റോഡിൽ ഒരു വലിയ തീഗോളമാണ് കാണുന്നത്. ഒരു 1.5 ആൾ പൊക്കത്തിൽ തീ ഇങ്ങനെ ആളിക്കത്തുക. എന്നെ രക്ഷിക്കാൻ ഒരാൾ ഇങ്ങനെ വളരെ ഉച്ചത്തിൽ വിളിക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നതുപോലെ എൻ്റെ മരുമകൻ എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലാക്കണമെന്ന് പറഞ്ഞു. കുളത്തൂപ്പുഴയിൽ ഭാര്യാപിതാവിനെ മരുമകൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കുളത്തൂപ്പുഴ പച്ചേൽക്കട സാംനഗർ റോഡിൽ വെച്ചാണ് ഓട്ടോ ഡ്രൈവറായ വലിയവേലി സജീന മൻസിലിൽ അഷ്റഫിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെ അഷ്റഫ് ഓട്ടോ ഓടിച്ചു പോകുന്നതിനിടെ കാറിലെത്തിയ മരുമകനായ മടത്ര സ്വദേശി സജീറാണ് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവ സമയം ബഹളത്തെ തുടർന്ന് പ്രദേശവാസികളെത്തി പൊള്ളലേറ്റ അഷ്റഫിനെ കുളത്തൂപ്പുഴ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. തുടർന്ന് പൊള്ളലേറ്റ അഷ്റഫിനെ കൂടുതൽ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പരിക്കേറ്റ അഷ്റഫിന്റെ മകളുടെ ഭർത്താവായിരുന്നു മടത്തറ സ്വദേശിയായ സജീർ. അഷ്റഫിന് 80% പൊള്ളലുണ്ടെന്ന് പറയപ്പെടുന്നു. രാവിലെ ഒരു 6:45 മണിയാകുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ റോഡിലൊരു വലിയ നിലവിളി കേൾക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം, 100 മീറ്റർ അകലേ ഉള്ളൂ. റോഡിൽ ഒരു വലിയ തീഗോളമാണ് കാണുന്നത്. ഒരു 1.5 ആൾ പൊക്കത്തിൽ തീ ഇങ്ങനെ ആളിക്കത്തുക. എന്നെ രക്ഷിക്കാൻ ഒരാൾ ഇങ്ങനെ വളരെ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഞാൻ വീട്ടുകാരെ എടുത്ത് പറഞ്ഞിട്ട് ഞാൻ നേരെ റോഡിലേക്ക് ഓടി വരുമ്പോൾ അപ്പോഴേക്ക് തീ ഏതാണ്ട് അണഞ്ഞു. എനിക്ക് പരിചയമുള്ളൊരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നതുപോലെ എൻ്റെ മരുമകൻ എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റൊരാൾ കൂടി ഓടി വന്ന് ഞങ്ങൾ അപ്പോഴേ തന്നെ ഒരു ഓട്ടോ വിളിച്ചു. അടുത്ത ഓട്ടോ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് വെള്ളമൊക്കെ കൊടുത്ത്, അപ്പോൾ ഇദ്ദേഹം ജെട്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇദ്ദേഹം വസ്ത്രമൊക്കെ വലിച്ച് എങ്ങനെയോ കത്തിപ്പോവുകയോ ഒരു കളയുകയോ ചെയ്തു. പെട്ടെന്ന് തന്നെ ഒരു ജീപ്പ് അതുവഴി വന്ന് നമ്മൾ ആ ജീപ്പ് തടഞ്ഞു നിർത്തി. ആ ജീപ്പ് ഡ്രൈവറും ഞാനും ഒരു അയൽക്കാരനും കൂടി ഇദ്ദേഹത്തെ കുളത്തൂപ്പുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വഴിയിലിറങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസിന് സംഭവങ്ങൾ ഇരിപ്പം ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ പ്രാഥമിക ശുശ്രൂഷ പെട്ടെന്ന് നൽകി ഒരു ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നാണ് അറിയുന്നത്. അക്രമം നടത്തിയ ശേഷം സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട സജീർ പിന്നീട് ചിതറ പോലീസിന് കീഴടങ്ങി. കുളത്തൂപ്പുഴയിൽ നിന്നും റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാലയോടൊപ്പം അഞ്ചലിൽ നിന്നും സജി. ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ലമിനോടൊപ്പം. 4 ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഡിസംബർ 1 മുതൽ ജനുവരി 25 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ. 1ാം സമ്മാനം ഗോൾഡ് നെക്ലേസ്, 2ാം സമ്മാനം ഡയമണ്ട് റിംഗ്, 3ാം സമ്മാനം ഗോൾഡ് റിംഗ്. കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ. ഈ ആഘോഷനാളിൽ 50% അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് 1% അധിക മൂല്യം. പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം. 0% സ്വർണ്ണവർഷ. അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ.